വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ദ്വിചത്വാരിംശോऽധ്യായ 42-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച അഥം വ്രജൻ രാജപഥേന മാധവ സ്ത്രിയം ഗൃഹീതാംഗവിലേപവാജനം വിലോക്യ കുബ്ജാം യുവതിം വരാനനം പ്രച്ഛയാന്തിം പ്രഹസൻ രസപ്രദാ. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. ആ ഭഗവാൻ ജ്യേഷ്ഠനായ ബലരാമനോട് കൂടി മറ്റ് ഗോപന്മാരോടും കൂടിയിട്ട് അങ്ങനെ ആ രാജപഥേന വ്രജൻ, ആ രാജവിധിയിലൂടെ അങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് രസപ്രദ മാധവ, രസപ്രദനായിട്ടുള്ള മാധവൻ. ആ എല്ലാവരും ഭഗവാൻ എല്ലാവർക്കും ഇങ്ങനെ തമാശയും ഓരോ കളികൾ കൂടിയിട്ട് എല്ലാവർക്കും സന്തോഷത്തെ രസത്തെ നൽകുന്നവനാണ് മാധവൻ ആയിട്ടുള്ള ഭഗവാൻ. ആ സമയത്ത് എന്ത് കണ്ടു? ഗൃഹീത അംഗവിലോപഭാജനാം, കയ്യിൽ കുറിക്കൂട്ട് നിറച്ചുള്ള ഒരു പാത്രവും പിടിച്ചിരിക്കുന്നവളും വരാനനാം, നല്ല മുഖത്ത് നല്ല സൗന്ദര്യമുള്ളവളാണ്, യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്. കുബ്ജാം, അതേ സമയത്ത് ഒരു കൂനിയായിട്ടുള്ള ഒരു സ്ത്രീയെ അങ്ങനെ മുമ്പ് കൂടെ അങ്ങനെ നടന്നു പോണതായിട്ട് വിലോക്യ, യാന്തിയും വിലോക്യ പ്രഹസൻ, ചിരിച്ചുകൊണ്ട് പപ്രച്ച, ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. കാത്വം വരോർവേദദുഹാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുന ദേഹ്യാവയോരംഗവിലേപമുത്തമം ശ്രേയസ്തതസ്തേ ന ചിരാൽ ഭവിഷ്യതി. ആ എന്താണ് വരോർവേദു ഹാ എന്നില്ല, അതായത് എന്താ വാക്കിൻ്റെ ഇങ്ങനെയാണ് ഛേദം. വരോരു ഏതൽ ഉ ഹാ അനുലേപനം, അതായത് അതാണ് അങ്ങനെ. അതായത് ഹേ വരോരു, അതായത് വരോരു അംഗനെ, അതിശ്രേഷ്ഠത്വമുള്ള തുടകളോടുകൂടിയ ശ്രീരത്നമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ത്വം ക ഭവതി, ആരാണ് അതിസുന്ദരിയായിട്ടുള്ള ഭവതി ആരാണ് തന്നെ. ഏതൽ ഈ അനുലേപനം കുറിക്കൂട്ട് കസ്യവ ആർക്കുള്ളതാണ്. ന സാധു കഥയസ്വ ഞങ്ങളോട് അത് പറഞ്ഞാലും. ഉത്തമം വിലോപം വളരെ ശ്രേഷ്ഠമായ അംഗവിലേപം ഉത്തമമായിട്ടുള്ള ഈ കുറിക്കൂട്ട് ആവയോ ദേഹി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തന്നാലും. തപത്തെ അതുകൊണ്ട് ഭവതിക്ക് നചിരാൽ അധികം വൈകാതെ ശ്രേയ ഭവിഷ്യതി ഊഹാ, ആ ഭവതിക്ക് ശ്രേയസ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് ഭഗവാൻ അവളോട് പറഞ്ഞത്. ഈ ശരീരത്തിലെ കൂനി നീത്തവൾ കുബ്ജ എന്നറിയപ്പെടുന്നു. 3 വളമുള്ള ആളാകയാൽ ത്രിവിക്ര എന്നും പേരുണ്ട് എന്നാണ്. അത് കംസന്റെ ആ കൊട്ടാരത്തിലെ ആവശ്യമായിട്ടുള്ള കുറിക്കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്ന ആയതുകൊണ്ട് അവൾക്ക് സൈരന്ധ്രി എന്നും പേരുണ്ട്. ഈ കുബ്ജ ഭൂമിദേവിയുടെ അംശമാണെന്ന് വേറൊരു ഭാഗവത വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണ പ്രകാരം ശൂർപ്പണകയുടെ പുനർജന്മാണത്രേ ഈ കുബ്ജ. ഇങ്ങനെ രസപ്രിയനാകുകൊണ്ടാണ് ഭഗവാൻ ഒരു പരിചയമില്ലാത്ത ഈ സുന്ദരിയായിട്ടുള്ള യുവതിയോട് ഇങ്ങനെ ഊരും പേരും ഒന്നും അറിയാതെ ആരാണ് കുറിക്കൂട്ട് എന്താണെന്നൊക്കെ ചോദിക്കാൻ ഭഗവാന് കഴിഞ്ഞതെന്നാണ് ഇവിടെ ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. സൈരന്ധ്രി വാച ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാനുലേപ കർമ്മണി മദ്ഭാവിതം ഭോജപതേരതിപ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. അങ്ങോട്ട് ഹേ വാമു വരോരു എന്നല്ലേ വിളിച്ച് അതുമാതിരി എന്താണ്
സുന്ദരി എന്ന് തന്നെയാണ് അങ്ങോട്ട് വിളിച്ചത്. ആ പേര് കേട്ടപ്പോഴേക്കും അവൾക്ക് വളരെയധികം സന്തോഷമായി. തന്നെ ഇതുവരെ ആരും തിരിച്ചു വിളിച്ചില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വിളിച്ചത്. സുന്ദരായേ സുന്ദര എന്ന് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ദാസ്യസ്മ്യഹം കംസസമ്മത, ഞാനൊരു എന്താണ് ഒരു കംസന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ദാസിയാണ് ഞാൻ. എൻ്റെ പേര് എന്താണ്? ത്രിവക്ര നാമ. അങ്ങനെ അനുലേപകർമ്മണി. ഈ കംസൻ എന്താണ് എന്നെ ഇഷ്ടം? അദ്ദേഹത്തിന് ഞാൻ ഉണ്ടാക്കിയുള്ള കുറിക്കൂട്ടുകൾ വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുകയാണ്. മദ്ഭാവിതം ഭോജപതേരതിപ്രിയം. അത് ഭവാന്മാർ നിങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് തരുമോ എന്നല്ലേ ചോദിച്ച്. വിനായുവാം കോന്യതമസ്തദരിഹതി, നിങ്ങൾക്ക് രണ്ടാൾക്കോ അല്ലാണ്ട് ആർക്കാണ് ഞാനിത് തരിക? അത്ര സുന്ദരന്മാരല്ലേ നിങ്ങൾ രണ്ടുപേര്, അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും ഞാൻ അർഹിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് കുബ്ജ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞത്. രൂപപേശലമാധുര്യ ഹസിതാലാപവീക്ഷിതൈർ ദർശിതാത്മാദൗ സാന്ദ്രം ഉഭയോരനുലേപനം തതസ്താവംഗരാഗേണ സ്വവർണേതരശോഭിനാ സംപ്രാപ്തപരഭാഗേന ശുശുഭാവേനുരഞ്ജിതൗ. പ്രസന്നോ ഭഗവാൻ കുബ്ജം ത്രിവക്രാം രുചിരാനനാം ഋജ്വിം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം. ഇങ്ങനെ ആ ത്രിവക്ര എന്ന പേരുള്ള ആ കുബ്ജ ഭഗവാന്റെ ആ രൂപവേശല മാധുര്യ ഹസിതാലാപവീക്ഷിതൈ ദർശിത, മനോഹരമായിട്ടുള്ള മന്ദഹാസം, അതുമായി വലിയ സംഭാഷണം, ആ നോട്ടം, ഇതിലൊക്കെ കൊണ്ട് മയങ്ങിയിട്ടുള്ള അവള് നല്ല കൊഴുപ്പുള്ള ഒട്ടും കൂട്ടുകൂട്ടാത്തതായിട്ടുള്ള ആ കുറിക്കൂട്ടുകൾ രാമകൃഷ്ണന്മാർക്ക് ഇരുവർക്കും കൊടുത്തു എന്ന് പറഞ്ഞാണ്. അതായത് എങ്ങനെയാണ്? സംപ്രാപ്ത ശുശുപാതേനുരഞ്ജിതവും സുവർണേതര ശോഭിന. അതായത് രണ്ടുപേർക്കും ഭഗവാൻ നല്ല നീലനിറാണ്. അപ്പോൾ ആ നീലനിറത്തിന് യോജിക്കുന്ന വേറെ വിപരീത വർണ്ണത്തിലുള്ളതാണ് ഭഗവാന് കൊടുത്തത്. അതുമാതിരി ബലരാമൻ നല്ല വെള്ള നിറത്തിലുള്ള ആളാണ്. ബലരാമന് അനുയോജ്യമായിട്ട് വേറൊരു വിപരീത നിറത്തിലുള്ളതാണ് ബലരാമന് കൊടുത്തത്. അങ്ങനെ ആ കുറിക്കൂട്ടുകൾ രണ്ടുപേർക്കും അതിനെ കൊടുത്തു. അതങ്ങനെ ജയിച്ചിട്ട് അവരുടെ ശരീരകാന്തി വർദ്ധിപ്പിച്ചു എന്ന് പറയുകയാണ്. കുറിക്കൂട്ട് അങ്ങനെ പുരട്ടിയ സമയത്തെ ശുശുപാതേനുരഞ്ജിതൗ. ആ സമയത്ത് ഭഗവാൻ പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്ര. അങ്ങനെയാണ് ഇവളെങ്ങനെയാണ്? കുബ്ജയാണ്, അത് മുക്കൂനിയാണ്, 3 വളവുള്ളവളാണ്. എന്നാലോ അതിസുന്ദരിയാണുള്ള. മുഖത്തിലും അതെ, മറ്റെല്ലാം സുന്ദരി. ഏതാണ് ഭാവത്തിലും വർത്തമാനത്തിലൊക്കെ സുന്ദരിയായിട്ടുള്ള ഇവളെ എന്താണ് ഉള്ള ശരീരത്തിൻ്റെ ഭാവം കൂടിയിട്ട് അങ്ങോട്ട് നേരെയാക്കാൻ, ഋജ്വീം കർത്തും മനശ്ചക്രേ, അവളെ അങ്ങോട്ട് നേരെയാക്കാൻ, അവളുടെ ഈ കൂനികളൊക്കെ ഇല്ലാണ്ടേക്കാൻ, അതുവഴി തന്നെ ദർശിച്ചതിൻ്റെ ആ ദർശനേ പോലെ താൻ തന്നെ ദർശിച്ചു വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ആ ഫലം ഉടൻ തന്നെ കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്നിട്ടോ പദ്ഭ്യം ആക്രമ്യ പ്രഭവേ ദ്യങ്കുല്യുത്താനവാണിന പ്രഗൃഹ്യ ചിബുഗേധ്യാത്മമുദനീനമദച്യുതാ സാ തദർജു സമാനാംഗി ബൃഹശ്രോണീ പയോധരാ മുകുന്ദസ്പർശനാൽ സദ്യോ ബഭൂവ പ്രമദോത്തമാ തതോ രൂപഗുണ ഔദാര്യസമ്പന്ന രാഘകേശവം ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തീ ജാതഹൃച്ഛയാ. ഭഗവാൻ എന്ത് ചെയ്തു? വേഗം അവളുടെ അടുത്ത ചെന്നിന് മുൻഭാഗത്ത് ചെന്നിട്ട് തൻ്റെ അവളുടെ ആ കാലടികളിൽ അങ്ങനെ അമർത്തി പിടിച്ചു. എന്നിട്ടോ 2 വിരലുകൊണ്ട് അവളുടെ താടിയുടെ കീഴ്ഭാഗത്താണ് പിടിച്ചിട്ട് ശരീരം എല്ലാം അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് നിവർത്തി. അപ്പോൾ അവളുടെ ആ വളവുകളെല്ലാം അങ്ങോട്ട് തീർന്നു. അങ്ങനെ ആ മുക്തിപ്രദനായുള്ള ഭഗവാന്റെ ഇങ്ങനെയാണ് മുകുന്ദസ്പർശനാൽ സദ്യോ ബഭൂവ പ്രമദോത്തമ. അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് അവളാണ് മാറി എന്ന് പറയുകയാണ് ഭഗവാന്റെ ശരീരസ്പർശം ലഭിച്ച ഉടനെ. അങ്ങനെയാണ് ഉടൻ തന്നെ നല്ല അതിസുന്ദരിയായിട്ടുള്ള അവള് സ്വരൂപ സൗന്ദര്യം, സൽഗുണം, ഔദാര്യം ഇതെല്ലാം ചേർന്നിട്ടുള്ള അവള് അപ്പോഴേക്കും കാമപാരവശ്യം വന്നു ഭഗവാനിൽ. എന്നിട്ടോ വേഗം ഭഗവാന്റെ ഉത്തരീയത്തിൻ്റെ അറ്റം പിടിച്ചു വലിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു എന്നാണ്. ഏഹി വീര ഗൃഹം യാമോ നത്വാം തെക്തുമിഹോത്സഹേ ത്വയന്മതിരചിത്തായ പ്രസീദ പുരുഷഋഷഭ ഏവം സ്ത്രീയായ അച്യമാന കൃഷ്ണോ രാമസ്യ പശ്യത മുഖം വീക്ഷ്യാനുഗാനം ച പ്രകസംസ്ഥാമുവാചഃ. ഏഷ്യാമി തേ ഗൃഹം സുഭ്രൂ
പുംസാം ആധിവികർശനം സാധിതാർത്ഥോ ഗൃഹാണം പാന്ധാനാം ത്വം പരായണം. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ ചുബുകേ തന്നെയാണ്, ചിബുകേ എന്നല്ല ചുബുകേ എന്നാണ്. 2-3 പുസ്തകങ്ങളിൽ നോക്കി ഞാൻ, അത് ചുബുകേ തന്നെയാണ്. അതായത് താടിയുടെ അടിയിൽ പിടിച്ചങ്ങോട്ട് പൊക്കി എന്നാണ്, താടിയുടെ അടിയിൽ നിന്നാണ്, താടി എന്നാണ് അർത്ഥം ചുബുകം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഈ എന്താണ് കുബ്ജ ഭഗവാനോട് പറഞ്ഞത്, ഈ സുന്ദരിയായുള്ള കുബ്ജ, ഏഹി വീരഗൃഹം യാമോ നത്വാം തെക്തുമിഹോത്സഹേ, ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ എൻ്റെ ഭവനത്തിലേക്ക് വരൂ, പോവാൻ നോക്കുക എന്ന് പറയുകയാണ്. കാരണം അങ്ങേ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് അതിനുള്ള ശക്തിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയാൽ ഇളക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ടുള്ള എന്നിൽ പ്രസാദിക്കണേ എന്നാണ് ഭഗവാൻ. പ്രസീത പുരുഷർഷഭ ത്വയോന്മതിത ചിത്തായ, അങ്ങയാൽ ഇളക്കപ്പെട്ട മനസ്സോടുകൂടിയ എന്നിൽ പ്രസാദിക്കണേ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ അവളാൽ യാചിക്കപ്പെട്ടിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ ബലരാമൻ നോക്കി നിൽക്കേ മറ്റുള്ള അനുചരന്മാരുടെയൊക്കെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവളോട് പറഞ്ഞു എന്നാണ്, നോക്കൂ സുന്ദരി, നോക്കൂ ഞാനിവിടെ വന്ന കാര്യങ്ങളൊക്കെ എന്താണ് സാധിതാർത്ഥോ ഗൃഹാണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആദികൾക്കെല്ലാം പരിഹാരം ലഭിക്കുന്ന നിൻ്റെ വീട് ഞാൻ സന്ദർശിക്കാമെന്ന് പറയണം. കാരണം ഈ എന്താണ് ആഗൃഹാണം, അതായത് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ള വഴിപോക്കരായുള്ള ഞങ്ങൾക്കൊക്കെ ഭഗവതിയുടെ ഈ ക്ഷണം ഈ ഒരു സങ്കേതലബ്ധിയാണ്. അതായത് അവളെ എന്താണ് അതിലെന്താണ് ഈ സ്വൈരിണി എന്ന അർത്ഥത്തിലാണോ ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന്, അതായത് പാന്ധാനാം ത്വം പരായണം എന്ന വഴിപോക്കരക്കാർക്കൊക്കെ വിശ്രമം കൊടുക്കാനുള്ള ഒരു സ്ഥലമായിട്ടുള്ള വീടാണ് അവളെ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ പറഞ്ഞത്. ഏതായാലും വിസൃജ്യ മാധ്യാവാണ്യാതാം രജന്മാർഗേവണിപ്പതൈ നാനോപായനതാംബൂല സൃഗന്ധൈ സാഗ്രജോർച്ചിത, ഇങ്ങനെ അവളെ നല്ല വാക്കുകളെ കൊണ്ട് സമാശ്വസിപ്പിച്ച് അവളെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ അങ്ങനെ നടന്നു പോണ സമയത്ത് വെറ്റില, മാലകൾ, സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെയൊക്കെ പലതും കൊണ്ട് പലരും വഴിനീളെ കച്ചവടക്കാരൊക്കെ എല്ലാവരും ഭഗവാനെയും ബലരാമനെയും അങ്ങനെ സൽക്കരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. തദ്ദർശന സ്മരക്ഷോഭാൽ ആത്മാനം നാവിദൻ സ്ത്രീയ വിസ്രസ്തവാസക്കബര വലയാത് ലക്ഷ്യമൂർത്തയാ തതപൗരൻ പൃച്ഛമാനോ ധനുഷസ്ഥാനമച്യുത തസ്മിൻ പ്രവിഷ്ടോ ദദൃശേ ധനുരൈന്ദ്രമിവാത്ഭുതം. അപ്പോഴേക്കും ഇങ്ങനെ ആ മധുരയിലുള്ള പൗര സ്ത്രീകളെല്ലാവരും ഭഗവാന്റെ ദർശനം കൊണ്ടുള്ള കാമപാരവശ്യം ഹേതുവായിട്ട് അങ്ങനെ കയ്യിലുള്ള വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയതോ വളകൾ ഊരിപ്പോയതോ മുടി കെട്ടഴിഞ്ഞു പോയതോ ഒന്നും അറിയാണ്ട് അങ്ങനെ ചിത്രത്തിൽ വന്ന മാതിരി ലൈക്യമൂർത്തയ, ചിത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ച മാതിരി അങ്ങനെ നിശ്ചലകളായിട്ട് നിലകൊണ്ടു. അപ്പോഴാണ് ഭഗവാൻ അവിടെ എതിരെ വരുന്ന പൗരജനങ്ങളോട് ചോദിച്ചു, അതെ ഞങ്ങളിപ്പോൾ അവിടെ വന്നത് എന്തിനാണ്? കേമായിട്ടുള്ളൊരു ധനര്യാഗം നടക്കേണ്ടത്, നിങ്ങട്ട് എവിടെയാണ് ഈ ധനയാഗം നടക്കണേ, യാഗശാല എവിടെയാണ് എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ പ്രവേശിച്ചിട്ട് ആ യാഗശാലയിലേക്കാണ് പ്രവേശിച്ചു. അവിടെ കണ്ടു എന്നല്ല ഈ ഇന്ദ്രധനുസിനെ പോലെ ശോഭിക്കുന്ന, നല്ല ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ല്, ആ മഴവില്ലിനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ വില്ലങ്ങനെ പൂജിക്കാൻ വേണ്ടി വെച്ചെന്ന് കണ്ടു ഭഗവാൻ. പുരുഷൈർ ബഹുഭിർഗുപ്തം അർച്ചിതം പരമർദ്ധിമൽ വാര്യമാണോ നൃഭികൃഷ്ണ പ്രസഹ്യതനുരാദരേ. അങ്ങനെ ഭഗവാൻ നേരെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും നൃഭി വാര്യമാണ് അഭി, കാവൽക്കാരൊക്കെ വന്നിട്ട് അങ്ങോട്ട് തടയാൻ തുടങ്ങി. എങ്കിലും ബഹുഭി പുരുഷൈ ഗുപ്തം, അനവധി ഭടന്മാരാൽ സംരക്ഷിക്കപ്പെട്ടുള്ളതാണ് അവിടെ. അർച്ചിതം, അങ്ങനെ ആരാധിക്കപ്പെട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള പരമർദ്ധിമൽ, സമൃദ്ധിയാൽ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ധനു പ്രഹസ്യ, ആ ധനുസ്സിനെ ബലാത്കാരമായിട്ട് അങ്ങോട്ട് ആദതേ കയ്യിലെടുത്തു ചെന്നിട്ട് കരേണ വാമേന സലീലമുദ്ധൃതം സജ്ജം ച കൃത്വാ നിമിഷേണ പശ്യതം നൃണാം വിഹൃഷ്യ പ്രഭഞ്ജമധ്യതോ യഥേക്ഷുദണ്ഡം മദകല്യുരുക്രമ. ഇങ്ങനെ നൃണാം പശ്യതാം, ജനങ്ങളെല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് ഉരുക്രമ, മഹാപരാക്രമശാലിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ സലീലം, അതായത് ഒരു
സലീലമുദ്ധൃതം ഒരു ലീലയാണെന്ന മാതിരി വേഗം വാമേന കരേണ ഉദ്ധൃതം ഇടത്തെ കൈകൊണ്ട് ആ വില്ലിനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് ധനു സജ്ജം ചകൃത്വ ആ വില്ലിനെ കൊലച്ചെടുത്ത് ഞാനായിട്ട് കിട്ടിയ ശേഷം നിമിഷേണ ഒരു ക്ഷണനേരം കൊണ്ട് വികൃഷ്യ ആഞ്ഞു വലിച്ച് അങ്ങോട്ട് പൊട്ടിച്ചു. എങ്ങനെ? ഏതുമാതിരി? മദകരീ ഇക്ഷുദണ്ഡം യഥാ മദ്യത പ്രഭവഞ്ച. ഒരു മതിച്ചുള്ളൊരു ആന ഒരു കരിമ്പിൻ തണ്ടിനെ എങ്ങനെ ഓടിക്കണോ അതുമാതിരി ആ വില്ലിൻ്റെ നടുക്ക് വെച്ച് അങ്ങോട്ട് ഭേദിച്ചു. ധനുഷോഭജ്യമാനസ്യ ശബ്ദഖം രോദസീ ദിശ പൂരയാമാസ യം ശ്രുത്വാം കംസസ്ത്രാസമുപാഗമൽ. ശ്രുത്വാ യം ശ്രുത്വാ കംസസ്ത്രാസമുപാഗമൽ. ഇങ്ങനെ ധനുഷോഭജ്യമാനസ്യ ശബ്ദ, ഈ വില്ല് ഒടിയുന്നതിൻ്റെ ശബ്ദം ഖം രോദസി ദിശ പൂരയാമാസ, ആ ദിക്കുകളെയും ആകാശത്തെയും ഭൂമിയും എല്ലാം 3 ലോകങ്ങളെയും അങ്ങോട്ട് മാറ്റൊലി കൊള്ളിച്ചു എന്ന് പറയുകയാണ്. കംസ യം ശ്രുത്വ, കംസൻ യാതൊന്ന് കേട്ടിട്ട് ത്രാസം ഉപാഗമൽ, പേടിച്ച് വിറച്ചു ആ ശബ്ദമാണ് കേട്ടിട്ട് കംസൻ. തദ്രക്ഷിണ സാനുജര കുപിത ആതരായിന ഗൃഹീതുകാമാ ആവവൃ ഗൃഹ്യതം ബദ്ധ്യരാമിതി. അപ്ലയ്ക്കും തത് രക്ഷിണ സാനുജര, തത് രക്ഷിണ അതിൻ്റെ സംരക്ഷകരായിട്ടുള്ള വില്ലിനെ രക്ഷിച്ചുകൊണ്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും കുപിത ആതതായിന കോപാവേശത്തോടു കൂടിയിട്ട് ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സാനുജര അനുചരന്മാരോടുകൂടി ഗൃഹീതുകാമ ഗൃഹ്യതാം ഭഗവാനെ പിടിക്കുവാനുള്ള ഉദ്ദേശത്തോടെ ഗൃഹ്യതാം ബദ്ധ്യ പിടിക്കുവനെ കെട്ടുവനെ എന്നൊക്കെ ഇതി ആവവർ ഉറക്കങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നു വളഞ്ഞു. അഥതന്തുരഭിപ്രായൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്വനാദായ ശകലേ താംശ്ച ജഗ്നദൂ. അഥ അപ്പോഴേക്കും ബലകേശവൗ രാമകൃഷ്ണന്മാർ ദുരഭിപ്രായാൻ താൻ വിലോക്യ അങ്ങനെ ദുഷിച്ച മനസ്ഥിതിയുള്ള അവരെ കണ്ടിട്ട് ക്രുദ്ധൗ കുപിതന്മാരായിട്ട് ധന്വന ധനുസിൻ്റെ ശകല ആ വില്ലിൻ്റെ 2 കഷ്ണങ്ങൾ രണ്ടാളും ഓരോന്ന് ആദായ എടുത്തിട്ട് താൻ ജഗ്നതു അവരെയൊക്കെ ആട്ടിച്ച് ഓടിച്ചു. ജഗ്നത് കൊല്ലിനെ അടിച്ചു കൊന്നു തന്നെ, അടിച്ചു കൊല്ലിനെ ചെയ്തു. ബലം ച കംസ പ്രഹിതം ഹത്വാ ശാലാമുഖാൽ തഥാ നിഷ്ക്രമ്യ ചേരതർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പദ. ശാലാമുഖൽ ആ യജ്ഞശാലയുടെ ഭൂമുഖത്ത് വെച്ച് തന്നെ കംസപ്രഹിതം ബലം ച, അപ്പോഴേക്കും കംസൻ വേറെ സൈന്യത്തെ അയച്ചിരുന്ന ആ സൈന്യത്തിനെയും ബലം ച ഹത്വ കൊന്നൊടുക്കിയിട്ട് നിഷ്ക്രമ്യ പുറത്തിറങ്ങിയിട്ട് പുരസമ്പദ നിരീക്ഷ നഗരത്തിലെ ആ സമ്പന്നതയെ വീണ്ടും അങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ട് ഹൃഷ്ടൗ ചേരതു അങ്ങനെ സന്തോഷത്തോടെ സഞ്ചരിച്ചു. ഒന്നും ഉണ്ടാവാത്ത മാതിരി യാതൊരു പരിഭ്രമം കൂടാണ്ട് യാഗശാലയിൽ നിന്ന് പുറത്തു വന്ന് രാമകൃഷ്ണന്മാർ ആ മധുര നഗരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നടന്നു നീങ്ങിന്ന് പറയുകയാണ്. തയോ തദദ്ഭുതം വീര്യം നിശമ്യ പുരവാസിന തേജ പ്രാഗൽഭ്യരൂപം ച വിഭുതോത്തമൗ. ആ നഗരവാസികൾ എല്ലാവരും അപ്പോഴേക്കും ആ രാമകൃഷ്ണന്മാരുടെ ആശ്ചര്യകരമായിട്ടുള്ള ആ വീര്യവും തേജസ്സും ധൈര്യവും സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഇവരെങ്ങനെയാണ് വിഭൂതോത്തമോ ദേവശ്രേഷ്ഠന്മാരാണെന്ന് കരുതി എന്ന് പറയുകയാണ്. തയോർ വിചരതോ സ്വൈരം ആദിത്യോസ്തമുപേവൻ കൃഷ്ണരാമൗ വൃതൗ ഗോപൈ പുരാൽ ശകടമീയതു. ഇങ്ങനെ ചുറ്റി നടന്നു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ വൈകുന്നേരം ആ സൂര്യൻ അസ്തമന പർവ്വതത്തിലേക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. അതായത് സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഭഗവാനും ബലരാമനും ഗോപന്മാരോടൊപ്പം വൃതൈ ഗോപൈ പുരാൽ ശകടമെയ്യതു ആ നഗരത്തിൻ്റെ ആ ബാഹ്യ ഉപവനത്തിൽ ചില തങ്ങളുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് അങ്ങോട്ട് മടങ്ങി പോവുകയും ചെയ്തു. ഗോപ്യോ മുകുന്ദ വിഗമേ വിരഹാതുരായ ആശാസദാശിഷൃത മധുകുല്യ ഭൂവൻ സമ്പശ്യതം പുരുഷഭൂഷണഗാത്രലക്ഷ്മിൻ ഹിത്വേദരന്നു ഭജത ചകമേയനം ശ്രീ. ആ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ് ഇങ്ങനെ ആ ഭഗവാൻ ആ ഗോകുലത്തിൽ നിന്ന് പോകുന്ന സമയത്ത് മുകുന്ദ വിഗമേ യാത്രാവേളയിൽ വിരഹാതുരാ ഗോപ്യ വളരെ വിരഹവേദന കൊണ്ട് വിവശകളായിട്ടുള്ള ഗോപികമാര് യാ ആശിഷ ആശാസത
എന്തെല്ലാം ആശിസ്സുകൾ നേർന്നിരുന്നുവോ അവയൊക്കെ മധുരയിൽ പുരുഷഭൂഷണഗാത്രലക്ഷ്മി പുരുഷാലങ്കാരബോധനായുള്ള ഭഗവാന്റെ രൂപഭംഗിയെ സമ്പശ്യതാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഋതാ യാഥാർത്ഥ്യമായി അഭൂവൻ ഭവിച്ചു എന്ന് പറയുകയാണ്. ശ്രീന്നു മഹാലക്ഷ്മിയാകട്ടെ ഭജത ഇതരൻ തന്നെ ഉപാസിക്കുന്ന വേറെയുള്ളവരെ ആകമാനം ഹിത്വ ഉപേക്ഷിച്ചിട്ട് അയനം തൻ്റെ വാസസ്ഥാനമായി ചകമേ കുറിച്ചത് ആ ഭഗവാനില്ലേ, ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആ മധുരാപുരവാസികളിലേക്ക് എന്താണ് അവരുടെ എല്ലാ സന്തോഷമായി തീർന്നു എന്ന് പറയുകയാണ്. അവർക്ക് ആ ആശിസ്സുകൾ എന്തെല്ലാം ഗോപികമാർ നൽകിയിരുന്നോ അതെല്ലാം ഇവർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് പറയുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. അവനിക്രാഘ്രിയുകളൗ ഭുക്ത്വാ ക്ഷീരോപസേചനം ഊഷതുസ്ത്വാം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം. അവനിക്ത അഘ്രിയുകളൗ ഇങ്ങനെ ഞങ്ങളുടെ വണ്ടികളിൽ അവിടെയൊക്കെ എടുത്തിട്ട് അടുത്തുള്ള ചെറിയ ചോലകളിലൊക്കെ പോയിട്ട് കാലും കൈയൊക്കെ നന്നായിട്ട് കഴുകി ക്ഷീരോപസേചനം ഭുക്വ പാൽച്ചോറൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് കംസചികീർഷിതം കംസന്റെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയൊക്കെ ജ്ഞാത്വം മനസ്സിലാക്കിയിട്ട് താം രാത്രിയും സുഖം ഊഷ്മമില്ലാണ്ട് രാത്രി സുഖമായിട്ട് കഴിച്ചുകൂട്ടി സുഖമായിട്ട് ഉറങ്ങി എന്നർത്ഥം. ആര് രാമകൃഷ്ണന്മാര്. എന്നാലും മറ്റേ അമ്മാവനെങ്ങനെയാണ് കംസസ്തു ധനുഷോഭംഗം രക്ഷിണം സ്വബലസ്യ ജാവതം നിശമ്യ ഗോവിന്ദരാമവിക്രീഡിതം പരം ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതി ബഹുന്യജഷ്ടോ ഭയദാ മൃത്യോർ ദൗത്യകരാണി ച. ആ കംസസ്തു ന കംസനോ ആരെ കംസന ഒരു വിശേഷമുണ്ട് ദുർമതി ദുർബുദ്ധിയായുള്ള കംസനാകട്ടെ ധനുഷഭംഗം തൻ്റെ ആ വില്ലിനെ മുറിച്ചതും അതുമാതിരി രക്ഷിണാം സ്വബലസ്യ വധം ച തൻ്റെ ആ വില്ലിൻ്റെ ധനുര്യാഗത്തിൻ്റെ ആ യജ്ഞശാലുള്ള കാവൽക്കാരുടെയും അതുമാതിരി തൻ്റെ സൈന്യത്തിൻ്റെയും വധവും നിശമ്യ കേട്ടിട്ട് പരം കവിഞ്ഞ അത്ഭുതമായിട്ടുള്ള രീതിയിലുള്ള ഗോവിന്ദരാമ വിക്രീഡിതം രാമകൃഷ്ണന്മാരുടെ ഒരു ലീലയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പേടിച്ചവനായിട്ട് ദീർഘപ്രജാകര വളരെ നേരം ഉറക്കം വരാണ്ട് രാത്രി തീരെ ഉറങ്ങിയില്ല എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല മൃത്യോ ദൗത്യകരാണി ആ മരണത്തിൻ്റെ ദൗത്യരൂപത്തിലുള്ള അതായത് ദൂതന്മാരെന്നുള്ള മരണം വരുമ്പോൾ സമയത്തില്ലേ ചില ദുർനിമിത്തങ്ങളെ കാണില്ല അതുമാതിരിയുള്ള ബഹൂനി ദുർനിമിത്താനി ഉഭയതാം. അതായത് ഉണർന്നിരിക്കുമ്പോഴും കാണും സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിലും ഇങ്ങനെ വേണ്ടാത്ത സ്വപ്നങ്ങളെ കാണും. അങ്ങനെയുള്ള ദുർനിമിത്തങ്ങളെയൊക്കെ രണ്ടു തരത്തിലും കാണുകയുണ്ടായി എന്ന് പറയുകയാണ്. അദർശനം സ്വശിരസ പ്രതിരൂപേച സത്യവി അസത്യവിദ്വിരീയേച ദ്വൈരൂപ്യം ജ്യോതിഷം തഥാ. ഇനി കണ്ടിട്ടുള്ള ആ ദുർനിമിത്തങ്ങളൊക്കെ എന്നെ ഓരോന്നായിട്ട് പറയുകയാണ്. പ്രതിരൂപേ സതി അഭി തൻ്റെ നിഴലോ അല്ലെങ്കിൽ തൻ്റെ പ്രതിബിംബം കാണാനായിട്ട് പ്രതിരൂപത്തിൽ സ്വശിരസ ച അദർശനം തൻ്റെ കഴുത്ത് കാണാനില്ല. നിഴലിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രതിബിംബത്തിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ശിരസ് കാണാനില്ല. അപ്രകാരം തന്നെ ദ്വിതീയെ അസതി അഭി ഇല്ലാതിരുന്നിട്ടും ജ്യോതിഷാം ദ്വൈരൂപ്യം അങ്ങനെ ആകാശിയൊക്കെ നോക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഇരണ്ടായിട്ട് അങ്ങനെ തോന്നുക. അങ്ങനെ പിന്നെയോ ഛിദ്രപ്രതീതി ഛായായം പ്രാണഘോഷാനുപശ്രുതി സ്വർണപ്രതീതി വൃക്ഷേഷു സ്വപദാനാം അദർശനം. നിഴലിങ്ങനെ ദ്വാരങ്ങളുള്ളതായിട്ട് ഇങ്ങനെ തോന്നുക തൻ്റെ നെല്ലിൽ നോക്കുമ്പോഴേ. പിന്നെയോ പ്രാണഘോഷാനുപശ്രുതി ചെവി പൊത്തുമ്പോൾ ഉണ്ടാകുന്ന ആ മുഴക്കം കേൾക്കാണ്ടേവാം. വൃക്ഷേഷു സ്വർണപ്രതീതി ആ വൃക്ഷങ്ങളിലൊക്കെയാണ് നല്ല സ്വർണ്ണമായിട്ടുള്ള തോന്നുക. സ്വപദാനാം അദർശനം തൻ്റെ കാലടിപ്പാടുകൾ ഇങ്ങനെ ഭൂമിയിൽ കാണുന്നില്ല എന്നിങ്ങനെ തോന്നുക. ഇതൊക്കെ ഇങ്ങനെ ജാഗ്രത അവസ്ഥയിലുള്ള ഇങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ്. സ്വപ്നേ പ്രേതപരിഷ്വംഗ കരയാനം വിഷാദനം ന്യായന്നലതമാല്യേക തൈലാഭ്യക്തോ ദിഗംബര. സ്വപ്നത്തിലെങ്ങനെ പ്രേതപരിഷ്വങ്ക മരിച്ചുപോയവരൊക്കെയാണ് കെട്ടിപ്പിടിക്കണമാതിരി കഴുതപ്പുറത്ത് അങ്ങനെ താൻ കയറി നടക്കണമാതിരി വിഷാദനം വിഷം ഭക്ഷിക്കല് ഏക തൈലാഭ്യക്ത ഒറ്റയ്ക്ക് ഇങ്ങനെ ശരീരത്തിൽ എണ്ണയൊക്കെ തേച്ച് ദിഗംബര നഗ്നനായിട്ട് നലതമാരി കഴുത്തിൽ ചെമ്പരത്തിമായ പൂമാലയൊക്കെ കഴുത്തിലിട്ട് അങ്ങനെ പോവുക. ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ ഓരോ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. അന്യാനി ചേത്തം ഭൂതാനി സ്വപ്നജാഗരിതാനി ച പശ്യൻ മരണസന്ത്രസ്തോ
നിദ്രാം ലേഭേന ചിന്തയാ. ഇങ്ങനെ സ്വപ്നജാഗരിതാനി, സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഇത്തം ഭൂതാനി, ഇത്തരത്തിലുള്ള അന്യാനി വേറെയും പലതരത്തിലുള്ള ദുർനിമിത്തങ്ങളെ കണ്ടിട്ട് മരണസന്ത്രസ്ത മൃത്യുഭീതി നിമിത്തം ചിന്തയാ നിദ്രാം ന ലേഭേജ, പേടിച്ച് ചിന്താകുലനായിട്ട് ഉറങ്ങിയതേ ഇല്ല രാത്രി എന്ന് പറയാണ്. വ്യുഷ്ടായം നിശി കൗരവ്യ സൂര്യേ ചാഭ്യ സമുദ്ധിരേ കാരയാമാസ വൈ കംസോ മല്ലക്രീഡാമഹോത്സവം. ഹേ കൗരവ്യ, കുരുശ്രേഷ്ഠനായുള്ള പരീക്ഷത്തെ ഒരുവിധം ആ നിശിവ്യുഷ്ട രാത്രി അങ്ങോട്ട് അവസാനിക്കുകയും സൂര്യേ ആഭ്യ സമുദ്ധിരേജ, സൂര്യനെ അങ്ങോട്ട് മെല്ലെ ഉദിച്ച് വരാൻ തുടങ്ങുന്നു. ജലാന്തർഭാഗത്തു നിന്ന് അങ്ങനെ ഉദിച്ചു വരികയും ചെയ്ത സമയത്ത് കംസനാകട്ടെ മല്ലക്രീഡാ മഹോത്സവം കരയാമാസ, ആ മല്ലക്രീഡത്തിൻ്റെ ദ്വന്ദ്വയുദ്ധത്തിനുള്ള ഏർപ്പാടുകളൊക്കെ അങ്ങോട്ട് ഉടനെ തന്നെ രാവിലെ എഴുന്നേറ്റ് വിട്ടണ അതിനുള്ള പുറപ്പാടുകളാണ്ട് തുടങ്ങി. എന്നിട്ടോ അനർച്ചു പുരുഷാരംഗം തൂര്യഭേര്യശ്ചഗ്നിരേ മഞ്ചാശ്ചാലങ്കൃതാശ്രഗ്ഭി പതാകാചൈലതോരണൈ. അപ്പോഴേക്ക് ആ കംസന്റെ ആജ്ഞ മാനിച്ചിട്ട് രാജപുരുഷന്മാര് രംഗം മല്ലയുദ്ധം നടത്തേണ്ട രംഗത്തിനെ ആനർച്ചു, തയ്യാറാക്കി അലങ്കരിച്ചു. തൂര്യഭേജ, പെരുമ്പറ മുതലുള്ള വാദ്യങ്ങള് അങ്ങനെ മുഴക്കപ്പെട്ടു. ജഗ്നിരേച്ച, മഞ്ചങ്ങളെല്ലാം സ്രഗ്ഭി പതാകാചൈല തോരണൈ, ആ പൂമാലകള് അതുമാതിരി കൊടിക്കൂറകളെ വസ്ത്രങ്ങളെ തോരണതായൊക്കെ അലങ്കരിക്കപ്പെട്ടതായി ഈ മഞ്ചങ്ങളെല്ലാം. തേഷു പൗരാജാനപദ ബ്രഹ്മക്ഷത്ര പുരോഗമാ യഥോപജോഷം വിവിശു രാജാനശ്ച കൃതാസന. അങ്ങനെ അതിനുശേഷം അതിൽ ഈ വിരിച്ചിട്ടുള്ള പ്രത്യേക ആസനങ്ങളിൽ ആ ബ്രഹ്മക്ഷത്ര പുരോഗമ, ബ്രാഹ്മണരെ ക്ഷത്രിയരെ ഇവരൊക്കെ മുമ്പായിട്ടുള്ള നഗരവാസികളും ജാനപദ നാട്ടുകാരും ഏതോപജയ സുഗമം വണ്ണം വിവിശു, അവരെല്ലാവരും ആ സഭയിലേക്ക് അങ്ങോട്ട് കടന്നിരുന്നു. രാജാനാച്ച കൃതാസന, രാജാക്കന്മാരൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ദ്വന്ദ്വയുദ്ധം അവരും അതാത് അവർക്കൊക്കെ കൊടുത്തുള്ള സ്ഥാനങ്ങളിൽ വന്ന് ആസനസ്ഥരായി. ഈ എന്താണ് സൂര്യൻ ചാഭ്യസാധ്യത, അതായത് ആദിത്യൻ പ്രഭാതത്തിൽ പൂർവ്വസമുദ്രത്തിൽ നിന്ന് ഉയർന്നിട്ട് അസ്തമ സമയത്ത് പശ്ചിമ സമുദ്രത്തിൽ മുങ്ങുന്നു എന്നാണ് ശ്രുതികളിൽ പറയുക. ഉദകൻ മഹോർണവാൽ വിഭ്രാജമാന സലിലസ്യ മധ്യാൽ സമാ വൃഷഭോ ലോഹിതാക്ഷ സൂര്യോ വിപശ്ചിൻ മനസാ പുനാതു എന്ന ശ്രുതിവാക്യാണ് ശ്രീധരീയത്തിൽ ഇവിടെ ഉദ്ധരിക്കുന്നത്. കംസ പരിവൃതോമാപ്യൈ രാജമഞ്ച ഉപാവിശൽ മണ്ഡലേശ്വര മധ്യസ്ഥോ ഹൃദയേന വിദൂയത. അങ്ങനെ എല്ലാവരും ഇരുന്ന സമയത്തേക്ക് അപ്പോഴേക്കും കംസ പരിവൃതോ അമാത്യൈ, ആ കംസൻ തൻ്റെ ആ സാമന്തരാജാക്കന്മാരുടെ മധ്യത്തില് മണ്ഡലേശ്വര മധ്യസ്ഥോ, തൻ്റെ മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അമാത്യൈ പരിവൃത വിദൂയതാ ഹൃദയേന. ഇതൊക്കെ ഉണ്ടെങ്കിലും കേമമായിട്ട് ഘോഷമൊക്കെ ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ആ വേദനയും പേടിയോടും കൂടിയിട്ട് കംസ രാജമഞ്ചേ ഉപാവിശൽ, കംസൻ വന്നിട്ട് തൻ്റെ ആ രാജമഞ്ചത്തിലാണ് കയറിയിട്ട് അങ്ങനെ ഇരുന്നു. വാദ്യമാനേഷു തുല്യേഷു മല്ലതാലോത്തരേഷു ച മല്ലാസ്വലങ്കൃതാ ദൃപ്താ സോപാധ്യായാ സമാവിശൻ. തൂര്യേഷു മല്ലതാലോത്തരേഷു വാദ്യമാനേഷു, ഈ ഇങ്ങനെ പെരുമ്പറ മുതലായുള്ള വാദ്യങ്ങൾ അതുമാതിരി മല്ലന്മാരങ്ങനെ ഇടക്കിടക്കുള്ള അവിടുത്തെ അവിടെ ഇവിടെ കൈകൊട്ടിക്കൊണ്ടുള്ള ശബ്ദങ്ങൾ അങ്ങനെ മുഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൃപ്താമല്ല, ഗർഭിഷ്ഠന്മാരായുള്ള മല്ലന്മാരെല്ലാവരും നന്ന പോലെ കച്ച കെട്ടിയൊക്കെ അലങ്കരിച്ചിട്ട് സ്വലങ്കൃത സോപാധ്യായ തങ്ങളുടെ ഗുരുനാഥന്മാരോടൊപ്പം സമാവിശൻ അങ്ങനെ മഞ്ചതിലേക്ക് ദ്വന്ദ്വയുദ്ധ സഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അങ്ങനെ മല്ലന്മാരൊക്കെ ചാണൂരോ മുഷ്ടിക കൂടാ ശലസ്തോശല ഏവ തേ ആസേതുരുപസ്ഥാനം വൽഗുവാദ്യ പ്രഹർഷിത. ചാണൂരണ്ട്, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലൻ ഇങ്ങനെ ഉണ്ട്. അതുമാതിരി വൽഗുവാദ്യ പ്രഹർഷിത, ഇങ്ങനെ മനോഹരമായുള്ള വാദ്യഘോഷങ്ങളാൽ ഹർഷാവെ സന്തോഷത്തോടുകൂടി തന്നെ ഉപസ്ഥാനം ആസെയ്തു. ആ മല്ലയുദ്ധരംഗത്തിൽ അങ്ങനെ അവരെല്ലാവരും അങ്ങനെ എത്തിച്ചേർന്നു. ആ സമയത്തേക്ക് നന്ദഗോപാദയോ ഗോപാ ഭോജരാജസമാഹുതാ നിവേദിതോപായനാസ്ത ഏകസ്മിൻ മഞ്ച ആവിശൻ. ഉപായന തേ എന്നാണ് അത്. തേ എന്നുള്ളത് അവിടെ വായിക്കുമ്പോൾ എന്നാണ് ഏകസ്മിൻ എന്നുള്ള അടുത്ത വാക്ക് വന്നുകൊണ്ട് ശ്ലോകത്തിൽ എഴുതുമ്പോൾ നിവോദിതോപായനാസ്ത എന്ന് എഴുതുക.
ഇത് വായിക്കുമ്പോൾ വായനാസ്തേ ഏകസ്മിൻ മഞ്ച ആവിശെന്ന് വായിക്കണം. അതായത് ഭോജരാജ സമാഹുത നന്ദഗോപാതയ തേ ഗോപ. അതായത് ഈ കംസനാൽ ക്ഷണിച്ചു വരുത്തപ്പെട്ടുള്ള നന്ദഗോപൻ തന്നെയുള്ള ഗോപന്മാരെല്ലാവരും ആ തിരുമുൽക്കാഴ്ചകളൊക്കെ സമർപ്പിച്ച് ആ തങ്ങൾക്കായിട്ട് ഒരിക്കലും ഒരു മഞ്ചത്തിൽ അവരങ്ങോട്ട് കയറി ഇരുന്നു എന്നാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ മല്ലരംഗോപവർണ്ണനം നാമ ദ്വിചത്വാരിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.